ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്നൊരുക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2ലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനസ്സിലാക്കി ചിരിക്കുന്നവരുടെ കാലമൊക്കെ പോയി, എന്നാൽ മനസ്സിലാക്കി ചിരിക്കുന്നവരുടെ കാലാണിപ്പോ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കുടുംബസമേതം ചിരിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചങ്കായ, നമ്മുടെ ചങ്കിടിപ്പായ, നമ്മുടെ രമേശിനെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? വേണം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. നമ്മളുടെ ഈ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ചിരി വണ്ടി ഓരോ സ്റ്റേഷനിൽ നിന്നും തമാശ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കയറ്റുന്നു, ഇറക്കുന്നു, പുതിയ ആൾക്കാരെ കയറ്റുന്നു, ചിലർ ഇറങ്ങുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഇന്ന് ഒരാൾ കൂടി പങ്കെടുക്കാൻ വേണ്ടി എത്തുകയാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് ഒരാളെ കൂടി ഈ ട്രെയിനിലോട്ട് നമ്മൾ കയറ്റുകയാണ്. വേദികളിൽ, ടെലിവിഷനിൽ, അങ്ങനെ ഏതെല്ലാം മാധ്യമങ്ങൾ മലയാളികൾ ആശ്രയിക്കുന്നോ ആ മാധ്യമങ്ങളിലൂടെ എല്ലാം വന്ന് മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെ ആയ ആ കലാകാരനെ, ആ ഹാസ്യ രാജാവിനെ നമുക്ക് ഫൺസ് അപ്പോൺ എ ടൈം വെർഷൻ 2ന്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു കലാഭവൻ പ്രജോദ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? തീർച്ചയായിട്ടും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യത്തെ ഗംഭീരമായ വിജയത്തിന് ശേഷം വീണ്ടും ഇതിൽ വരാൻ സാധിച്ചു തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇതിനിടയിലാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ മറ്റേതൊരു സാധനത്തിനേക്കാളും എനിക്ക് ഈ പ്രചോദോട്ടം കിട്ടിയേക്കുന്ന വാച്ച് എന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. ഇത് എവിടുന്ന് കിട്ടിയതാണ്? എന്താണ് ഈ വാച്ചിന്റെ പിന്നിലുള്ള കഥ? ദൈവത്തെ ഓർത്ത് നിന്റെ ഉപദ്രവം നിർത്താറായില്ല. ഒരാളെങ്ങാണ്ട് ഒരു മോതിരം ഇട്ടെന്ന് പറഞ്ഞു, നീ വരുന്നവരുടെ വിഷാരടി ചോദിക്കാൻ പറഞ്ഞു, ചേട്ടാ ഇത് എത്ര പഴക്കമുണ്ട്? ഇല്ല, ഒന്നുമില്ല, ആ വിഷയം പൂർണ്ണമായിട്ട് ബാക്കി പറഞ്ഞു. ഐറ്റം പറയാനുള്ള വാച്ച് പുതിയതാണ് ഇവിടെ. പക്ഷേ പുതിയ കുറെ കുട്ടികൾ വന്നിട്ട് അങ്ങനെ പഴയതല്ലാത്ത ഒരുപാട് ഐറ്റങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. നല്ല തമാശ. എങ്ങനെയാ ഞങ്ങൾ അങ്ങോട്ട് പോയാലോ? പിന്നെ തീർച്ചയായും നിങ്ങളുടെ ഇരിപ്പിടം അവിടെ കാത്തിരിക്കുകയാണ്, അങ്ങോട്ട് പൊക്കോളൂ. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും അഭിഷേക്. അഭിഷേകിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അഭിഷേക്. ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? കാര്യങ്ങളൊക്കെ നടക്കണു. ഞാൻ അവിടെ നിന്ന് നടന്നു വന്നത്. അങ്ങോട്ട് പോവാണോ അതോ വരുവാണോ? ജനിച്ചപ്പോ തന്നെ ലൈഫ് ഭയങ്കര ട്രാജഡിയാണ്. ഇതുവരെ ട്രാജഡിയാണ്. പക്ഷേ ഫൺസ് അപ്പോൺ എ ടൈമിൽ ചാൻസ് കിട്ടിയ കാരണം ഐ ബിലീവ് കളർഫുൾ ആയിരിക്കും ഇനി ഫ്യൂച്ചർ. അതാണ് ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 അല്ലേ? എന്തുകൊണ്ടാണ് ഇതിൽ ചാൻസ് കിട്ടുമ്പോൾ കളർഫുൾ ആണെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? ബ്യൂട്ടിഫുൾ ആയ പീപ്പിൾ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയ പീപ്പിൾ നിൽക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയി കളർഫുൾ ആയ ടൈം ആയിരിക്കും. അപ്പൊ അതാ തോന്നിയത്. അങ്ങനെ കളർഫുൾ ആണെന്നുള്ളതാണ്. അത് പറഞ്ഞു. ഞാനടുത്ത് ഇത് അതോടുകൂടി ജീവിതം കളർഫുൾ ആവും എന്നൊക്കെ പറഞ്ഞപ്പോഴേ 80-90 എപ്പിസോഡ് ചെയ്തിട്ട് നമ്മുടെ കളർഫുൾ ആയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് വന്ന ഒരാൾ കളർഫുൾ ആവും എന്ന് പറയുമ്പോൾ എനിക്ക് വന്ന് ട്രാജഡി ആയിരുന്നു പുള്ളിയുടെ ലൈഫ്. പക്ഷേ ഇവിടെ വന്ന പിഷാരടിയുടെ പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞതോടുകൂടി വളരെ ഹാപ്പി ആയി. കോമഡി ആയി അല്ലേ? അതോ പ്രചോദനം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നത്? പ്രചോദം സാർ ഉള്ള കാരണമാണ് അതിൽ എന്റെ ലൈഫിലൊരു പ്രചോദനം. സാർ ഇവിടെ ഉള്ള കാരണം ഞാനിപ്പോ ജോക്ക് അടിക്കണത്. ഒന്ന് ചിരിക്കണം, എല്ലാവരും ചിരിക്കണം. തീർച്ചയായിട്ടും. അല്ല, ഞാൻ അതൊന്നും അല്ല മനസ്സിലാക്കുന്നത്. ചില തെലുങ്ക് പടം ഡബ് ചെയ്ത് വരുമ്പോൾ അതിലുള്ള വില്ലൻ സംസാരിക്കുന്നല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? സാർ ഞാനൊരു കാറ് പറഞ്ഞത് നിങ്ങൾ വന്നപ്പോ എനിക്ക് സന്തോഷം വന്നു, നിങ്ങളെ കണ്ടപ്പോ പ്രചോദനമായി. അതെന്താ, നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ? ഞാൻ ആക്ച്വലി സാർ 15 വർഷമായി തൃശ്ശൂരിൽ തന്നെ. പക്ഷെ അതിന് മുമ്പ് പുറത്തായിരുന്നു. അതിനു മുമ്പ് എവിടെ ആയിരുന്നു? അല്ല, വേറെ മനുഷ്യന്റെ പുറത്തല്ല, ഞാൻ നാഗ്പൂറായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന കാരണം ഞാൻ കുറച്ചൊക്കെ പഠിച്ചു. പക്ഷെ ലൈഫില് പഠിക്കാൻ അത്ര മിടുക്കനില്ലാത്തോണ്ട് കുറെ പ്രശ്നങ്ങൾ. മിടുക്കനല്ല അല്ല, ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആളുണ്ട്, ടെസ്ല കമ്പനിയുടെ ഓണർ. അയാള്
ഇന്ന് നമ്മൾ ഈ മിണ്ടുന്ന പോയിന്റിൽ പുള്ളിയുടെ ജോലി നിർത്തി വെച്ചിട്ട് ഒരു ദിവസം 10 ലക്ഷം രൂപ വെച്ച് ചെലവാക്കാൻ, ഒരു ദിവസം 10 ലക്ഷം രൂപ വെച്ച് ചെലവാക്കാൻ തീരുമാനിച്ചാൽ, ഒരു ദിവസം കേട്ടോ, വർഷമല്ല, തീരുമാനിച്ചാൽ അയാളുടെ സമ്പാദ്യം തീരണമെങ്കിൽ 533 വർഷം വേണ്ടി വരും എന്നാണ് അയാളുടെ ഇപ്പോഴത്തെ സമ്പാദ്യം വെച്ചിട്ടുള്ള കണക്ക്. ഞാൻ വെറുതെ ജീവിതം ട്രാജഡിയാന്നൊക്കെ പറയുന്നവനോട് ഇത് പറയും. അവർക്ക് കുറച്ചുകൂടെ വെറുതെ അവന്റെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷം. കേട്ടിട്ട് എന്ത് തോന്നുന്നു? അയലാൻ മസ്കായിട്ട് ഒന്ന് മുട്ടിയാൽ കുറച്ച് എവിടെയെങ്കിലും കുറച്ച് കാശൊന്നും കിട്ടിയാൽ കൊള്ളായിരുന്നു. കുറച്ച് മതി. നോക്കട്ടെ, ആദ്യം തമാശ കിട്ടുമെന്ന് നമുക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഉണ്ടോ? ഇല്ല. അതെന്താ പോക്കറ്റിൽ നോക്കുന്നത്? നമ്മുടെ ഹാർട്ടാണല്ലോ, ഹാർട്ട്. എന്റെ ദൈവമേ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാരില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഞാനും കൂടെ അവിടെ പോയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പേര് നമുക്ക് തുടങ്ങാം. അഭിഷേകാണ് പേര്. എന്ത് ഊള പേരാണല്ലോ. ഞാനിവിടെ ഗ്യാരണ്ടി ഓപ്പൺ ഓഫർ തരാനുണ്ടോ സാർ? ഓഡിയൻസ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ, നിങ്ങൾക്ക് മിനിമം ഒരു അഭിഷേക് നിങ്ങൾക്ക് അറിയണ്ടാവും, അല്ലെങ്കിൽ 2 അഭിഷേക് നിങ്ങൾ അറിയണ്ടാവും. എന്റെ ക്ലാസ്സിൽ 3 അഭിഷേക് ഉണ്ടായിരുന്നു. എന്തിനാന്ന് അറിയില്ല, ആ 3 അഭിഷേകിനെ സെയിം സെക്ഷനിലാക്കിയത് കുഴപ്പമില്ല, സെയിം ബെഞ്ചിലാക്കി. 3ാമത്തെ ബെഞ്ചിൽ 3 അഭിഷേക്. ടീച്ചർ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം തരാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും, അഭിഷേക് ഉത്തരം തരും എന്ന് പറയും. അപ്പൊ 3ാമത്തെ ബെഞ്ചിൽ 3 അഭിഷേക് എനിട്ടിരിക്കും. ഏത് അഭിഷേകിനാണോ ചോദിച്ചത്? 3ാമത്തെ അഭിഷേക്. ലെഫ്റ്റ് നിന്ന് 3ാമത്തെ, റൈറ്റ് നിന്ന് അഭിഷേക്, നടുക്കിലത്തെ അഭിഷേക് ഞാൻ. പേര് മാത്രല്ല മോശം, പേര് മാത്രല്ല കയ്യിരിപ്പും ഭാഗ്യം ഇല്ല. ഒന്ന് കൈ പൊക്കിയാൽ മതി. നിങ്ങളുടെ പേര് യൂണീക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അതെ, സ്റ്റെഫി എന്തിനാ കൈവക്കിയത്? ഞാൻ സ്റ്റെഫി ഗ്രാഫ് തൊട്ട് എന്തോരം പേര് നമ്മൾ സ്റ്റെഫി എന്ന് കേട്ടിരിക്കുന്നത്. യുണീക്ക് പേര് പ്രചോദൊന്നും ഞാൻ വേറൊരാളെ കണ്ടിട്ടില്ല. അത് യൂണീക്കാണ്. യൂണീക്ക് പേരുകൾ എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങൾ ആർക്കെങ്കിലും പേര് യൂണീക്ക് വേറൊരാൾക്ക് ഇല്ലാത്ത പേരുള്ള ആരെങ്കിലും നമ്മുടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ? ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ആരാ? മോളെ എന്താ പേരെന്താ? ഭീഷ്മ എന്നൊരു പെണ്ണിന് നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ ഭീഷ്മൻ എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ? മമ്മൂക്കയുടെ പടം വരുന്നുണ്ട്, ഭീഷ്മ പർവം. അപ്പൊ ഫ്രണ്ട് സീറ്റിൽ തന്നെ ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കാണണം കേട്ടോ ഭീഷ്മ. എന്തുകൊണ്ടാണ് സ്റ്റെഫി അതിനിടെ കൈവക്കിയത്? ചേട്ടാ, എന്റെ പേര് സ്റ്റെഫി ലിയോൺ എന്നാണ് പേര്. അപ്പൊ അതാർക്കും ഇല്ലല്ലോ. അതാ മറ്റേ CID മ്യൂസിയം ക്യാപ്റ്റൻ രാജു പറയില്ലേ, ഈ കാർ വേറെ ആരുടെയും കയ്യിലില്ല, ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ പോലെയാ. സ്റ്റെഫി ലിയോൺ ഒക്കെ നമ്മുടെ ഇഷ്ടം. സണ്ണി ലിയോൺ ഉണ്ട്, സ്റ്റെഫി ലിയോൺ ഞാനല്ലേ ഉള്ളൂ. അതങ്ങനെ എല്ലാരും ഇനീഷ്യലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വേറെ വേറെ പേര് കിട്ടൂല്ലോ. അതല്ലേ ഇവിടെ പറഞ്ഞു. വേറെ നിങ്ങൾ ആരും യുണീക്ക് പേരുകളൊന്നും ഇല്ലല്ലോ. എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ കുന്നോളം പേരാണ് കേട്ടോ. സുനില് നമ്മള് കേട്ടിട്ടേ ഇല്ല. അതാണ്, അത് എന്തുകൊണ്ട് പറഞ്ഞില്ല ആദ്യം തന്നെ? സുനിൽ ഗവാസ്കർ ഒക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പൊ വിശ്വസിച്ചു യുണീക്കാന്ന്. അയ്യോ, അങ്ങനെ സുനിൽ ഗവാസ്കർ ഒക്കെ ഉണ്ടല്ലോ എന്ന് നമ്മളോട് തിരിച്ച്. സുനിൽ ഷെട്ടി. ഞങ്ങള് കുന്നോളത്ത് നിന്നാണ് വരുന്നത്. പിസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് ഉണ്ട്, അതിൽ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 46 വർഷമായിട്ട് കുന്നോളത്തുണ്ട്. സുനിൽ സാർ ടീച്ചറാണല്ലേ? സാറിന്റെ ഭാഗ്യത്തിൽ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയി പോയില്ല. അല്ല, എന്റെ സ്ഥാപനത്തില് കൂടുതലും പെൺകുട്ടികളാണ്. ഒന്ന് ഗേൾസ് ഓൺലി സ്ഥാപനമാണ്. എനി ചാൻസ് ഉണ്ടോ സാർ? അക്കൗണ്ട്സിലുണ്ട്, അക്കൗണ്ട്സ് ഡിവിഷനിലുണ്ട്. അവൻ അവിടെ അക്കൗണ്ട്സ് എടുക്കാൻ വേണ്ടിയാ വരുന്നത് ചോദിച്ചത്. അവൻ അക്കൗണ്ട് ഡിവിഷനിൽ തന്നെ അക്കൗണ്ട് ഇല്ല. എന്തായാലും അവൻ എടുക്കുകയില്ല. സാർ എടുക്കുന്നത് പാരാമെഡിക്കലാണ്. ഇവൻ വന്നു കഴിഞ്ഞാൽ പാരാമെഡിക്കലാണ്. ഈ ജനിക്കുമ്പോ ഇപ്പല്ലാട്ടോ, പണ്ടത്തെ കാലത്ത് മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് 10-20 ആൾക്കാരുണ്ടാവും ഒരു ഫാമിലിയുടെ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നേഴ്സ് വന്നിട്ട് പറയുന്ന ഡയലോഗ് എനിക്ക് ഭയങ്കര ഫീൽ ആവുന്ന ഡയലോഗ് കേട്ടാ. ആരാണ് അച്ഛൻ? കുട്ടി ജനിച്ചിട്ടുള്ളൂ. ആരാണ് അച്ഛൻ? നീയാണോ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളിന്ന് വേറെ ആളിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും കൈ പൊന്തിച്ചിട്ട് ഞാൻ ഒരു ജീവിതം കൊടുക്കാന്ന്, ഞാനാണ് അച്ഛൻ എന്ന് പറയാൻ. പിന്നെ പേര് പറയേണ്ടി വരുമ്പോഴാണ് വിഷമാവുക. അഭിഷേക് പോലത്തെ ഒരു അച്ഛൻ ആർക്കാ വേണ്ട? അമിതാഭ് അച്ഛനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ 2ാമത്തെ കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വയസ്സായ കാരണവർ ആരും ഫീൽ ആവില്ല കേട്ടോ. വയസ്സായ കാരണവർ ഉള്ളിലേക്ക് പോകുമ്പോ മറ്റേ ചെക്കന്റെ മുഖത്തേക്ക് ഇല്ലെങ്കിൽ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ കണ്ണ് അമ്മയുടെ പോലെയാണ്, മുടി അച്ഛന്റെ പോലെയാണ് എന്നൊക്കെ പറയില്ലേ. ചിലപ്പോ നേരെ തിരിച്ചാവാം, എനിക്കറിയില്ല. കുട്ടി ജനിച്ചിട്ടുള്ളൂ അമ്മൂമ്മ. ഇതൊക്കെ കുട്ടിക്ക് അമ്മൂമ്മയ്ക്ക് എങ്ങനെ? ഞാൻ ജനിച്ചപ്പോ ഇത്രേശം ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്യൂട്ട് ബേബി ആയിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നില്ല. മേക്കപ്പ് ആട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മേക്കപ്പ് അടിച്ചിട്ട് പോകുന്നുണ്ട്. അത് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഒറിജിനൽ ആട്ടാ. എന്താ വെച്ചാൽ മേക്കപ്പ് ചേട്ടൻ പറഞ്ഞു ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, നീ കേറിക്കോ, അങ്ങനെ തന്നെ കേറിക്കോ എന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് ഞാൻ ഇന്ത്യ പോണത് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാ. ജോലി ഇല്ല എന്ന് പറഞ്ഞല്ല, ജോലി ഞാൻ ഉണ്ടായിരുന്നു. ഞാനൊരു HR സ്ഥാപനത്തിൽ അവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ഇല്ലാത്ത ഒരാള് വേറെ ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ജോലി തപ്പണ HR സ്ഥാപനം.
സ്വിഫ്റ്റ് ഡിസയറിന്റെ ഡിക്കി അടിച്ചാൽ സ്വിഫ്റ്റ് ആക്കാനുള്ള പവർ വേണം. നമ്മളൊരു സ്മോൾ ഷർട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അത് XXL ആക്കാനുള്ള പവർ വേണം. നമ്മളൊരു ആളെ ഇടിച്ചു കഴിഞ്ഞാൽ ആള് 15 വർഷം ഹോസ്പിറ്റലിൽ ഇരിക്കണം. അത്രയ്ക്ക് പവർ വേണം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? പണ്ട് ഞാനൊരു ആളെ ഇടിച്ചിട്ടുണ്ട്. 15 വർഷമായിട്ട് ആളെ ഹോസ്പിറ്റലിലാണ്. ആള് ഡോക്ടറാ. അപ്പൊ കുഴപ്പമില്ല. ആള് 15 വർഷമായിട്ട് ഡോക്ടറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫിനെ എപ്പോഴും പ്രേമിക്കുക. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും പ്രേമിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വാട്ടർ ബോട്ടിലിന് എന്തിനാ വാട്ടർ ബോട്ടിൽ പറയണമെന്ന് അറിയോ സാർ? അതിൽ വാട്ടർ അല്ല കാരണം. ഇത് ഫിലോസഫി അല്ല, കോമഡിയാണ്. നമുക്ക് കോമഡി എൻജോയ് ചെയ്യാം. താങ്ക് യു. വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അഭിഷേക് ഒരു ചിരി അഭിഷേകം തന്നെയാണ് കാഴ്ചവെച്ചത് അല്ലേ? തോന്നില്ലേ രമേശ് ചേട്ടാ? ഗംഭീരല്ലായിരുന്നോ? അഭിഷേകിന്റെ വർത്താനം കേട്ടിരിക്കാൻ തന്നെ ഇറ്റ്സെൽഫ് ഒരു തമാശയുടെ ഒരു ആക്സെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അല്ലേ? തീർച്ചയായും. പിന്നെ പറഞ്ഞ തമാശകളൊക്കെ നല്ല രസമുള്ളതായിരുന്നു. നല്ല കോൺഫിഡന്റ് ആയിട്ട് നിന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൊള്ളാം. ഇതിനിടയിൽ ഈ ബ്രാൻഡ് കോൺഷ്യസ്നെസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുള്ള ചില ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ബ്രാൻഡിന്റെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ആവശ്യമുള്ളതാണ്. അങ്ങനെ ഒരു ചെറുക്കനുണ്ട് ഞങ്ങളുടെ. അവൻ കിട്ടുന്ന പൈസക്ക് എന്തെങ്കിലും ബ്രാൻഡഡ് സാധനം മേടിച്ചിട്ട് അതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് അതിൽ നടക്കുകയാണ് സ്ഥിരം ചെയ്യുന്നത്. അപ്പം ഒരു മണ്ഡലകാലത്ത് മാല ഇട്ടിട്ട് ഇവൻ ആകെ ദുഃഖിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന് ഒരു സന്തോഷമില്ല. അവന്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള എല്ലാ കടകളിലും കയറുന്നുണ്ട്. ഇതിൽ എറണാകുളത്ത് പോയിട്ട് വന്നൊക്കെ ചോദിച്ചു. ഞാൻ അവസാനം ചോദിച്ചു, എന്തുവാടാ ഇത്ര പ്രശ്നം? എന്താ മറ്റന്നാൾ മലയ്ക്ക് പോകണമെന്നേ. അതിനെന്താ ഇരുമുടി കെട്ട് റീബോക്കിന്റെ കിട്ടിയില്ല എന്ന്. പുള്ളിക്ക് ബ്രാൻഡില്ലാതെ ശബരിമലയ്ക്ക് പോകുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ. ടോട്ടലി ഒരു മോട്ടിവേഷനാണ് അഭിഷേക് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യം നമ്മൾ ബോഡി ഷേമിങ് നടത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബോഡി കൊണ്ട് എനിക്ക് വണ്ണം കൂടുതല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാതെയും അല്ലെങ്കിൽ അവരുടെ ന്യൂനതകളായി കാണുന്നുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് അവർക്കെല്ലാം മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഉഗ്രൻ ഫണ്ട്സ് ആയിരുന്നു അഭിഷേകിൻ്റെ. ഗംഭീരം. അതന്നെയാണ് യുണീക്ക് പേരുകളിൽ ഞാൻ എവിടെയാ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്ന ആളാണ് കേട്ടോ ധർമ്മജൻ. അവന് കിട്ടിയപ്പോ പേര് ധർമ്മജൻ എന്ന് കിട്ടി. അവന്റെ അച്ഛൻ എന്നിട്ട് ആ പേരെന്നപ്പോ ആലോചിച്ച് ചോദിക്കും എന്തുമാത്രം ചിന്തിച്ചിട്ടാണ് അവന് ധർമ്മജൻ എന്ന് പേരിട്ടേക്കുന്നത്. പക്ഷെ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്തൊക്കെ 3 പേരുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. കാരണം നമ്മുടെ അവിടെ 3 സന്ധ്യമാരുണ്ട്. അപ്പോൾ ഈ ലെഗിൻസ് ഇറങ്ങിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏത് സന്ധ്യ? അപ്പോൾ ഈ ഒരു സന്ധ്യ ലെഗിൻസ് ഇറങ്ങിയ സമയത്ത് ലെഗിൻസ് മാത്രമേ ഇടുകയുള്ളൂ. അങ്ങനെ അവർക്ക് പേര് വേണു ലെഗിൻസ് സന്ധ്യ എന്ന്. ലെഗിൻസ് സന്ധ്യ എന്ന് ചിലതൊക്കെ ഇനീഷ്യലി ചേർത്ത് പറയുമല്ലോ, സന്ധ്യ പി അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ. ഓരോരുത്തർ എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു രമ്യ എന്ന് പറയുന്നത്. 3 രമ്യമാരാ. അപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രമ്യ CT എന്നാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുമ്പോൾ വീട്ടിലൊക്കെ പറയും രമ്യ CTന്റെ അടുത്ത് പോവാട്ടോ, രമ്യ CTന്റെ അടുത്ത് പഠിക്കാൻ പോവാണ്. എടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല ചില ആൾക്കാരുടെ വെച്ച് കഴിഞ്ഞിട്ട്. ഈ ധർമ്മജൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ധർമ്മജന്റെ പേരും കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. എയർപോർട്ടിൽ ധർമ്മൻ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ധർമ്മൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവന് വാട്സ് യുവർ നെയിം ഇത് വായിക്കാൻ അവർക്ക് കിട്ടൂലല്ലോ. ഉച്ചരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഈ സായിപ്പ് ഇവനോട് ചോദിച്ചു വാട്സ് യുവർ നെയിം എന്നൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. ഇവനോട് അവർ ചോദിച്ചത് എന്താന്ന് ഞങ്ങൾക്ക് വാട്സ് ഇങ്ങനെ എന്താ ചോദിച്ചു, ഇവൻ ധർമ്മൻ എന്ന് പറഞ്ഞു. ഇയാള് പിന്നെ പാസ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് നോ, പിന്നെ ധർമ്മൻ നോ, യെസ് ധർമ്മൻ നോ, യു ആർ ഇന്ത്യൻ. പുള്ളി കേട്ടത് ജർമ്മൻ കാരണം ജർമ്മനിയിൽ ഇങ്ങനെ ഒരുത്തന്നെ ഇവര് കണ്ടിട്ടില്ല. ഈ ജർമ്മൻകാരൻ എന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്? ജർമ്മൻ നോ യു ആർ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ ഓക്കെ അഭിഷേക്, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ഫൺസ് അപ്പോൺ എ ടൈമിൽ ഇനിയും വരണം. ഇനി വേറൊരു സ്റ്റൈലും വേറൊരു വേഷനൊക്കെ ആയിട്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ ടിവിയിൽ വന്ന് മുഖം കാണിക്കുന്നത്. അപ്പൊ ഈ ടിവിയിൽ മുഖം കാണിക്കും. ഇപ്പം ഇന്റർനെറ്റും ലൈവും ഒക്കെ വന്നത് കൊണ്ട് അതിന്റെ പ്രസക്തി ഒരു 20-30% കുറഞ്ഞെങ്കിലും അതൊരു വലിയ ആഗ്രഹവും കൗതുകവും ഒക്കെ ഉള്ളൊരു കാലമുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടി ഞാനൊരു ചാനലിൽ പോയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ സ്ഥിരം ചെറിയ വേഷങ്ങൾ, വലിയ പെർഫോമർ അല്ല അദ്ദേഹം, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാനൊരു ചാനലിൽ പോയി 3-4-5-6 എപ്പിസോഡുകൾ ചെയ്തു. എന്നിട്ട് ഇവൻ അതിനകത്ത് പലതൊക്കെ ചെയ്തു. ഒന്ന് വേഷം കെട്ടലുകളൊക്കെയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നെ ആൾക്കാർ അറിഞ്ഞാൽ ഇവനെ അറിയുന്നു ചോദിക്കുന്നൊന്നുമില്ല. അപ്പം ഇവൻ അതിൻ്റെ വിഷമമുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുക. ഇവൻ വേറൊരു ചാനലിൽ ഒരു ഇവന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു വലിയ അവാർഡ് നൈറ്റിൽ എൻ്റെ കൂടെ സ്കിറ്റിന് ഇദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾക്കൊരു വലിയ ഹോട്ടൽ കിട്ടി താമസിക്കാൻ. അന്ന് ഞങ്ങൾക്ക് കിട്ടാത്തതിനേക്കാളും കുറച്ചുകൂടെ വലിയുള്ള സൗകര്യങ്ങളൊക്കെ വലിയൊരു ഹോട്ടൽ കിട്ടിയപ്പോൾ ഞാനും ഇവരും കൂടെ ചെന്ന ഹോട്ടലിൽ കയറി. ഇതിന്റെ റിസപ്ഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇവൻ ഓടിച്ചെന്നിട്ട് ആ സെറ്റിയിലോട്ട് ഒറ്റ തലകുത്തി മറിച്ചിട്ട് 2 ചാട്ടം റിസപ്ഷനിലേ അവിടെ ഇട്ട സെറ്റിയിലൊന്നും ചവിട്ടാനൊന്നും പാടില്ല. ഇവൻ ആ സന്തോഷം കൊണ്ട് 2 മറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ എന്ത് നീ കാണിക്കുന്നത്? ഇവിടെ കിടന്ന് കുത്തി മറിയല്ല, ഇവിടെ മുഴുവൻ CCTV വെച്ചേക്കുവാ. ഇവൻ പറയാം പിന്നെ മറ്റേ ചാനലിൽ 10 ക്യാമറ വെച്ച് 10 എപ്പിസോഡ് വെച്ചിട്ട് എന്നെ ആരും മനസ്സിലായില്ല, പിന്നെ ഈ CCTV വെച്ചിട്ട് മനസ്സിലാകുന്നേ. അത് പൊളിച്ചു. അടിപൊളി കേട്ടോ, അടിപൊളി. ഓക്കെ അഭിഷേക്, അപ്പം ഇനിയും വരണം. സൂപ്പറായിട്ട് കേട്ടോ. ഇന്നത്തെ പൊളിച്ചു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനിയിപ്പോ ഷാരി കഥ പറഞ്ഞില്ലേ, അഭിഷേക് പുറത്തോട്ട് പോയിട്ട് ആ സെറ്റ് ആക്കണം ഒരു കുത്തിമറിച്ചിട്ടുണ്ട്. ഇനി
ഒരു മിനിറ്റ്, ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പുള്ളിയുടെ സംസാരിക്കുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു തുടങ്ങുമ്പോ അപ്പൊ പറയും അതെ സ്റ്റെഫി. എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിക്കും, ഞങ്ങളൊക്കെ മാറി വേണ്ട, വേണ്ട, വേണ്ട. എല്ലാരും അവര് തമ്മില് ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്തെങ്കിലും ഒരു 5 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. വേണ്ട അങ്ങനെ വേണ്ട, ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇനി പറയട്ടെ? ഓക്കെ, അപ്പൊ ഓക്കെ. താങ്ക് യു സോ മച്ച്. ഞാനോർത്ത് ഏതാണ്ട് കുറെ പറയുന്നു. എനിക്കിത് പറയാൻ അവസരം എന്താ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോ അത്ര ഉള്ളു. ഓക്കെ ഓക്കെ, അഭിഷേക് ബൈ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ രണ്ടാമതായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത് കാലിക്കറ്റിൽ നിന്നും മധുലാൽ. ലെറ്റ്സ് വെൽക്കം മധുലാൽ. അപ്പൊ ചേട്ടൻ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യൂ കേട്ടോ. പ്രായം കുറെ ആയതുകൊണ്ട് ഓർമ്മക്കുറവുണ്ടാവും. ചിലപ്പോ അയ്യോ സ്റ്റെഫി മറന്നു പോകുന്നുണ്ട്. പക്ഷെ അവള് പറയുന്നത് പ്രായക്കുറവിന്റെ അല്ല, പ്രിപ്പറേഷന്റെ കുറവ് എന്നുള്ളതാണ്. അതെ, എക്സാക്ട്ലി. ഞാൻ നിങ്ങളെ പോലെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടാന്നല്ല വലിയച്ചാന്ന് വിളിച്ചു, അത്രയും വയസ്സുണ്ട്. ആണല്ലേ? 42 ഞാൻ ഇവിടെ വന്ന് രാവിലെ തന്നെ വന്നു. 10 മണിക്ക് വന്നപ്പോ എന്നെ വെളുത്തതാട്ടോ, മുടിമാൽ തന്നെ മീശൊക്കെ വെളുത്തതാ. അപ്പൊ എന്നോട് മേക്കപ്പ് ചെയ്യുന്ന പയ്യൻ പറഞ്ഞു നമുക്ക് കറുപ്പിച്ചാലേന്നാണ്. ഇത് വെച്ച് കറുപ്പിച്ചതിന് ശേഷം ഞാൻ മാസ്കും വെച്ച് കിലോ കടന്ന് കുറച്ച് കഴിഞ്ഞ കൊണ്ട് മീശയും താടിയൊക്കെ മാസ്കിന്റെ അകത്ത്. എന്താ ചെയ്യാൻ? എന്നാ പുള്ളി ചെയ്യട്ടെ. അപ്പം ശ്രമം ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധുലാൽ കൊയിലാണ്ടി. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി സ്വദേശിയാണ്. കൊയിലാണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ പോരേൻ്റെ അടുത്ത് കുറച്ച് പോയാൽ പൂക്കാട് എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്. പൂക്കാട് തന്നെ അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്, പൂക്കാട് കലാലയം. പൂക്കാട് കലാലയത്തിന് അതിലേറെ ശ്രദ്ധേയനായിട്ടുള്ളൊരു പ്രിൻസിപ്പാളുണ്ട്, ശിവദാസേട്ടൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവേട്ടൻ. വാദ്യകലാകാരനാണ് ശിവേട്ടൻ. ശിവേട്ടൻ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു തമാശ ആസ്വാദകനാണ്, നല്ലോണം തമാശ പറയുകയും ചെയ്താണ്. അപ്പോൾ ശിവേട്ടൻ്റെ 1-2 തമാശകൾ ഒന്നിങ്ങനെ വലിച്ചു നീട്ടിയിട്ടൊക്കെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ്. ശിവേട്ടൻ്റെ പോരേൻ്റെ തൊട്ടപ്പുറത്ത് കല്യാണം. അപ്പോൾ ശിവേട്ടനുണ്ട്, പിന്നെ 3 ആൾക്കാരുണ്ട്. ഇവർ 3 ആളും അവിടുത്തെ പ്രശസ്തരായ പൈസക്കാരാണ്. ഇവരുടെ വീട്ടിലെ വില പിടിച്ച നായ്ക്കളെ കുറിച്ചുള്ള ചർച്ചയാണ്. എൻ്റെ പുരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡാണ്. ഞാൻ വിളിക്കാൻ മാത്രമേ മൂപ്പരെന്തേ വന്ന് തിന്നുള്ളൂ. അപ്പം മറ്റേയാൾ എൻ്റെത് ഏതാണെന്നറിയാം, എനിക്ക് റോട്ട് വീലറാ, സിംഹത്തിന് വരെ കടിച്ചു കൊല്ലാൻ കരുത്തുള്ള സാധന. 3-മത്തെ ആൾ എൻ്റെത് ഏതാണെന്നറിയോ, വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നീന്താൻ കരുത്തുള്ള സാധനം ലാബർ ഡോഗ്. ശിവേട്ടൻ എന്തെങ്കിലും മാറിയെന്ന് കേൾക്കുക. പെട്ടെന്ന് ഇവർക്ക് തോന്നി ശിവേട്ടൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പം അല്ല ശിവേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഇപ്പം ശിവേട്ടെ, നായ്ക്കളെ ചർച്ചയിൽ ഞാനെന്ത് പറയാനാ? ഇത് കേട്ടാരോ കൂട്ടത്തിൽ ഒരാൾക്ക് കത്തി. അയാൾ പറഞ്ഞേ അല്ല എന്നാലല്ല ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഉടൻ തന്നെ ശിവേട്ടെ, പോറ്റുന്ന നായ്ക്കൾ നല്ലതായിക്കണമെന്ന്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് കൊടുത്ത മറുപടിയാണ്. ഇത് കേട്ടേം വൈകി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ആൾ വടക്കോട്ടും മറ്റേ തെക്കോട്ടും മറ്റവനങ്ങോട്ടാ പോയെന്ന് കണ്ടിട്ടില്ല. അപ്പം ശിവേട്ടൻ തിരിഞ്ഞിനെ താനേ പറയാം, ഈറ്റ നായ്ക്കളൊന്നും ഇന്ത്യ പോലെയില്ല. ശിവേട്ടൻ ഇങ്ങനെ കോമഡി പറയുന്ന ആളാണ്. അപ്പോൾ ശിവേട്ടൻ്റെ അമ്മ പൊതുവെ നാട്ടിൻ പുറത്തേക്ക് നമുക്കറിയാം എന്തെന്നാ, അധികം പ്രായമായി കഴിഞ്ഞാൽ ആളുകൾ വളഞ്ഞു പോകും, നടു അങ്ങ് വളഞ്ഞു പോകും, പിന്നെ നീരൂല, പക്ഷേ ആരോഗ്യം ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു ദിവസം ശിവേട്ടൻ്റെ വീട്ടിൽ അതിഥികൾ വന്നു. അപ്പം അമ്മേനെ കാണുന്നില്ല. അമ്മേ അമ്മ അപ്പോൾ ദൂരെ ഇവിടേക്ക് ആൾ വന്നേക്ക്, ഇങ്ങളോട് പോയാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ മുപ്പ് ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൈസ ആൾക്കാർ എവിടെയും പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് ഓലമടൽ, വിറകിൻ്റെ കൊള്ളി, കൊതുമ്പിൽ ഇതൊക്കെ കണ്ടാൽ പതുക്കെ എടുത്തുകൊണ്ടൊരു കത്തിക്കാലോ. അപ്പം പതുക്കെ വരുന്ന വഴിക്കുണ്ട് ചെള്ള് അറുത്തിട്ടിട്ടുള്ള ഒരു ഓല തുച്ച്. ഓല മുഴുവനില്ല, ഓലേൻ്റെ തുച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ 32 പൊതുവെ പറഞ്ഞിട്ടാണല്ലോ. നേരെ വയ്യിൽ ഇങ്ങനെ പിടിച്ച് നടന്ന് വന്ന് മിറ്റത്ത് കയറി നിന്നത് നല്ല ചോന്ന ഉറുമ്പിൻ്റെ കൂട്ടത്തിലാണ്. എവിടെ നിന്ന് വന്ന് പെട്ടെന്നൊന്നും അറിയില്ല, ചോന്ന ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് വയ്യ പിടിക്കുകയും ചെയ്തിക്ക്. എറുമ്പ് കടിച്ചപ്പം 36 ഇങ്ങനെ കളിക്കുക. അപ്പം ശിവേട്ടെ വിരുന്ന് വന്ന ആൾക്കാർ നോക്ക് നല്ല മയക്കാരുണ്ട് തോന്നിട്ടോ, എൻ്റെ അമ്മ അതാ പീലി വിടർത്തി നൃത്തമാടുന്നാന്ന്. അപ്പോൾ ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം, അതായത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ ബ്ലൗസ് അടുപ്പിക്കണം. ആർക്ക്? ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ പൂക്കാട് നിൽക്കുന്ന പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു കെട്ടിടം, താഴെ നിരപ്പീടിയ മരത്തിൻ്റെ കോണിയാണ്. അത് കയറിപ്പോൾ നമുക്ക് കേൾക്കാം, ഇങ്ങനെ കയറിപ്പോന്ന് ഇറങ്ങി വരുന്ന കേൾക്കാം. അപ്പോൾ ശിവേട്ടൻ്റെ തൊക്കിൽ തുണിയൊക്കെ വെച്ചിട്ട് മേലോട്ട് കയറി പോകുമ്പോൾ താഴെ ചന്ദ്രട്ടെ ശിവേട്ട എവിടേക്കാ?
ഞാൻ പെണ്ണുങ്ങൾ ബ്ലൗസ് അടുപ്പിക്കാൻ കൊടുക്കട്ടെ എൻ്റെ അടുത്ത്. ആയിക്കോട്ടെ ഇപ്പം ഇറങ്ങി വരുന്നു. എന്തായി? ഒരാഴ്ച ആയിക്കോട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് ശിവേട്ടൻ മേലോട്ട് കയറിപ്പോയി. ഇറങ്ങി വരുന്നു. നേരം കാണുന്നില്ല. ഇത് സാധനം അടിച്ച് വാങ്ങി കാണുന്നില്ല. എന്തായി? 2 ദിവസം കൂടിയും കഴിയട്ടെ. 2 ദിവസം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നു. കയറിപ്പോയി. താഴോട്ട് ഇറങ്ങി വന്ന് എന്തായി? അടിച്ചു കിട്ടിയോ? 2 ദിവസം കൂടിയും കഴിയട്ടെ എന്ന്. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുണ്ടൊക്കെ മടക്കി കുത്തി കയ്യൊക്കെ പിന്നെ കയറിപ്പോന്ന് ഇങ്ങനെ കയറിപ്പോയി അതേപോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ ചന്ദ്രേട്ടൻ തൊക്കിൽ സാധനം കണ്ട് അടിച്ച് കിട്ടിയില്ലേ ശിവേട്ടെ? അടിച്ച് വാങ്ങിന്ന്. അതായത് സംഗതി മൂപ്പര് നല്ല അവിടെ പൊരിഞ്ഞ യുദ്ധം നടന്നിക്ക് അങ്ങനെ അടിച്ച് വാങ്ങി. കലാലയത്തിൽ, പൂക്കാട് കലാലയത്തിൽ നവരാത്രി തുടങ്ങിയാൽ, അതായത് നവരാത്രി ആരംഭം മുതൽ ഗ്രന്ഥം വെച്ചെടുക്കുന്നവരെ ഗംഭീര പരിപാടിയായിരിക്കും. സംഗീത കച്ചേരി ഉണ്ടാവും, അതുപോലെ എന്തെല്ലാം പരിപാടി, എല്ലാ പരിപാടി. പ്രിൻസിപ്പാളാണ് ആര്? ശിവേട്ടൻ പ്രിൻസിപ്പാളാണല്ലോ. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം മൂപ്പര് തലേനാണ്. മൂപ്പര് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല, ഒരുത്തേൽ ഇങ്ങനെ മാറി നിൽക്കും. ഉഷാറായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയുള്ളൂ. പണിയൊക്കെ ഓരോരുത്തർ ചെയ്യും, ഉത്തരവാദിത്തം ഉണ്ട് തലയിൽ. അപ്പോൾ പൂജ നാളെയാണ്. അപ്പോൾ തലേന്ന് പൂജ ചെയ്യുന്ന കർമ്മി വന്നിട്ട്, അല്ല ലിസ്റ്റേ ലിസ്റ്റ് സാധനം കണ്ടല്ലോ, ഉണ്ട്, പിന്നെ മലര്, അവില്, എണ്ണ, എല്ലാ സാധനം ഉണ്ടല്ലോ. അല്ല ഇതിൽ പാളയുടെ മറ്റേ കവുങ്ങിൻ്റെ പാള ഉണ്ടല്ലോ, കവുങ്ങിൻ്റെ പാള എന്നാ മനസ്സിലായില്ലേ? കവുങ്ങിൻ്റെ പാളയിൽ കാണുന്നില്ലല്ലോ. പാളയില്ലാണ്ട് എങ്ങനെയാണ് പൂജ നടത്തുന്നത്? നിങ്ങൾ പാളയാണ് ശിവേട്ടൻ ഇങ്ങനെ ചാരിക്കുക. പ്രശ്നം എന്ന് വെച്ചാൽ പാള ഇല്ലെങ്കിൽ പൂജ നടക്കൂല എന്നുള്ള അവസ്ഥയായി. പാള വേണം, പാള വേണം, പാള വേണം. അപ്പോൾ ശിവേട്ടൻ കയറി തൽക്കാലം പ്രിൻസിപ്പാള മതിയോ? പ്രിൻസിപ്പാള. കോഴിക്കോട് ജില്ലാ കലോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ശിവേട്ടനൊന്നും ഒഴിവില്ല. അത്രയും വാദ്യം അന്നെന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി നമ്മൾ ഇത് കേസറ്റ് അല്ല എന്താ പറയുക, പിന്നെ പെൻഡ്രൈവ് കൊണ്ടുപോയിട്ടുള്ള പരിപാടിയല്ല. അന്ന് ഓൾറെഡി ലൈവ് സ്റ്റേജിൻ്റെ മോള് ഭരതനാട്യം കളിക്കുന്ന ഇവിടുന്ന് പാട്ടുകാർ പാടുന്നു, പക്കവാദ്യക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ശിവേട്ടൻ തിരക്കാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ മൃദംഗം വായിച്ച് കഴിഞ്ഞ് ശിവേട്ടൻ ഇറങ്ങി വിടും. അപ്പോൾ നടുക്കത്തെ സ്റ്റേജിൻ്റെ മോൾ തിരുവാതിരക്കളി, അതിൻ്റെ തൊട്ടേ അപ്പുറത്തെ സ്റ്റേജിൻ്റെ മോള് മോഹിനിയാട്ടം. അതിന് വായിക്കാനാണ് ഓടുന്നത്. ഓടിപ്പോയി തിരുവാതിരക്കളി സ്റ്റേജിൻ്റെ നേരെ ബാക്കിലെത്തി. അന്നേരമാണ് ഒരു ഡാൻസ് മാഷ് ഓടി വന്നിട്ട്, മാഷെ നിൽക്ക് ശിവേട്ടനാച്ച ഇങ്ങനെ പിടിച്ചേച്ചിക്ക്. ശിവേട്ടൻ ഇങ്ങനെ വേർപിടി അടുത്ത സ്റ്റേജ്. അല്ല ശിവേട്ട, തിരുവാതിര കഴിഞ്ഞാൽ എന്താ? പുണർദം. അത് കഴിഞ്ഞാൽ തൃക്കേട്ട. അറപ്പിന് മറുപടി, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നാട്ടിൽ ഒരു മാരാരുണ്ട്, ശിവേട്ട പൂക്കാട് മാരാര് നല്ലൊരു വിളിക്കുക. ഈ മാരാര് പൊതുവെ തൊഴിലല്ലേ ചെയ്യുക. മൂപ്പര് രാഷ്ട്രീയത്തിലേക്കാട്ട് ഇറങ്ങി. മറ്റ് അങ്ങനെ ഒരസലുണ്ടാകുമല്ലോ, രാഷ്ട്രീയ ഒരസൽ. കാരണപ്പട്ടം കിട്ടിയ ഒരു ദിവസം രാത്രി അടിച്ചിട്ട് നിലംപരിശാക്കി കളി എന്നൊക്കെ പറയില്ലേ, അടിച്ച് നിലംപരിശാക്കി കളി. പൂക്കാട്ടങ്ങാടി രാവിലെ തന്നെ ചർച്ച ചെയ്താൽ മാരാര് അടിച്ച് മാരാർക്ക് കണക്കിന് കിട്ടി, മാരാരെ നിലംപരിശാക്കി, എമ്മാര് കിട്ടലാ കിട്ടി. ശിവേട്ട നിങ്ങൾ ഇവരറിയില്ലേ മാരാർക്ക് അടി കിട്ടി? ശിവേട്ടെ പണ്ടൊക്കെ ചെണ്ടയ്ക്കായിരുന്നു, ഇപ്പം മാരാർക്കാ. മീമാങ്ങാൻ ഇറങ്ങിയതാ പൂക്കാട്. മീമാങ്ങാൻ ബഷീർ വന്നു. ബഷീറേ എന്തെന്നാ മീനുള്ളത്? ശിവേട്ട നിങ്ങൾക്ക് വേണ്ട മത്തീൻ്റെ അയിലേണ്ട എല്ലാ സാധനം ഉണ്ട്. ഇനിയൊരു കാര്യം ചെയ്യും, ഇനി 50 രൂപയ്ക്ക് എന്താ വെച്ചാൽ അങ്ങോട്ട് പൊതിയും. അയ്യോ എൻ്റെ ശിവേട്ട പൊതിഞ്ഞ് തരാൻ ഇലയില്ല, പേപ്പറുമില്ല. അങ്ങോട്ട് കാര്യം ചെയ്യും, നിങ്ങൾ 2 തേക്കിൻ്റെ ഇലയും എടുത്തോളി. ശിവേട്ടനുടൻ തന്നെ എനിക്ക് ഒറ്റയ്ക്കാകില്ല മോനെ, ഒരു ലോറി വിളിക്കേണ്ടി. അതെന്തിനാ? ഇനി എന്നോട് എന്താ പറഞ്ഞ്? 2 തേക്കിൻ്റെ ഇലക്കല്ലേ, 2 തേക്കിന് എത്ര ഇല ഉണ്ടാകൂടോ? കലോത്സവം തുടങ്ങി, തിരക്കാ. ഒരു ദിവസം ഇത് പിന്നെ ഭജനയ്ക്ക് വയലിനാണ് വായിക്കുക, തബല വായിക്കാൻ ആൾക്കാണ്. അപ്പം വയലിൻ വായിക്കേണ്ട ആൾക്ക് എത്താൻ കഴിയില്ല. അന്ന് ഇവൻ എങ്ങനെയോ വിവരം കിട്ടി. ശിവേട്ടനെ കണ്ടേമ്പേക്ക്, മാഷേ നമസ്തേ, ഇന്ന് കച്ചേരി? ഉണ്ട്. കച്ചേരി അല്ല, ഭജനയല്ല. ഭജന. അപ്പോൾ ഈ ഭജനയ്ക്ക് വയലിനിസ്റ്റ് ഇല്ലല്ലോ? ഇല്ല, ഞാൻ പോരാ. ഇനി പോരാന്ന് എനിക്ക് മനസ്സിലാക്കി. അതിനെക്കൊണ്ട് ഞാൻ ലാലുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് മറുപടി കൊടുക്കും. അപ്പോൾ ഇത്തരം ചെറിയ തമാശകളാണ് കോഴിക്കോട് പൂക്കാട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവദാസ് ഏട്ടൻ്റെത്. ശിവദാസ് ഏട്ടൻ ഇതുപോലെ ചെറിയ കൗണ്ടറുകൾ പറയാനും തമാശ പറയാനും ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കട്ടെ എന്ന്, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ കൗണ്ടറുകൾ നിങ്ങൾക്ക് സമർപ്പിക്കും. താങ്ക് യു വെരി മച്ച്. പൊളിച്ച് അടിക്കുക അങ്ങോട്ട്. നിങ്ങൾ വേറെ ലെവലാട്ടോ. ഒരു മധു മയൊക്കെ ഇങ്ങനെ പോയ പോലെ ഉണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ തോന്നില്ലേ? പ്രചോദനം പറയട്ടെ. മതിലല്ലേ, ശരിക്കും നമ്മൾ ഈ മാലപ്പടക്കത്തിന് ഇങ്ങനെ തീ കൊളുത്തിട്ടേ അതിങ്ങനെ കടകടകടകടാന്ന് പൊട്ടി വന്ന് പോലുള്ള കോമഡി കൗണ്ടറുകളുടെ. പിന്നെ അതിനകത്തെ ഗുണ്ടെന്ന് പറയുന്ന ശിവദാസ് ചേട്ടനാണ്. ഇടയ്ക്കിടയ്ക്ക് ശിവദാസ് ചേട്ടൻ അല്ലേ? അതെ, അതായത് ഈ തമാശ എഴുതി വായിക്കുന്നതും പറയുന്നതും നമ്മൾ തന്നെ ചില ആളുകൾ നമ്മൾ പറഞ്ഞ തമാശകൾ
മറ്റുള്ളവരെടുത്ത് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്കും പറ്റാം. ചില തമാശകൾ ചിലർ പ്രസന്റ് ചെയ്യുന്നത് പോലെ വേറൊരാൾ ചെയ്താൽ വർക്കൗട്ട് ആവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇടുക്കി ജാഫ്രിക്ക സ്കിറ്റുകൾ വളരെ ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സ്കിറ്റിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ജാഫ്രിക്ക ഒരു മന്ത്രവാദിയായിട്ട് വന്നേക്കുകയാണ്. അപ്പൊ ദേവി ചന്ദന ഒരു ബാധ കയറിയ സ്ത്രീയായിട്ടിരിക്കുകയാണ്. ജാഫ്രിക്ക ഒഴിഞ്ഞു പോ ഇല്ല, ഒഴിഞ്ഞു പോയില്ല, ഒഴിഞ്ഞു പോ ഇല്ല, ഭയങ്കര മ്യൂസിക്കും സാധനമായിട്ട് കൂറി ഒരു 10-15 പ്രാവശ്യം അടിച്ചിട്ട് ഇല്ല, ഒഴിഞ്ഞു പോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈലൻസ് ഇടുമ്പോൾ ജാഫ്രിക്ക പതുക്കെ മൈക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ അച്ഛൻ അവിടെ നിൽക്കുക. നിങ്ങൾ വന്നേ എന്ന് പറയും. അപ്പൊ പെങ്കൊച്ചിൻ്റെ അച്ഛൻ വരുമ്പം ഇതിപ്പോ പോകുകയല്ല എന്ന് പറഞ്ഞ ഞാൻ എന്നാ ചെയ്യുന്നത്. ഇത് നമ്മളാരും ചിലപ്പോ ഒരു വലിയ ഉത്സവപ്പറമ്പിലൊക്കെ ഇതിപ്പോ പോകില്ല എന്ന് പറയണത് എന്താ ചെയ്യണേ എന്ന് ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ ഇത് ചിരിക്കില്ല. ഇത് ജാഫർക്ക് ഒരു അത് നമുക്ക് ഇന്നും കിട്ടില്ല. ഞാൻ ചിരിച്ചെന്റെ പിടി വിട്ട് യക്ഷി അത്ര കാര്യമായിട്ട് പറയണം പോയല്ലോ. ഞാനിത് ഉദാഹരണം പറയാൻ കാരണം ചില തമാശകൾ ഇപ്പം നിങ്ങൾ പ്രസന്റ് ചെയ്തപ്പോൾ മധുലാൽ പറയുന്നതിനകത്ത് ചിലയിടത്ത് കൊണ്ട് നിർത്തിയതിന് ശേഷം അതിനൊരു കൃത്യമായ ഇടവേള, ആ ഇടവേള കഴിഞ്ഞ് കറക്റ്റ് ടൈമിന് അതുകൊണ്ട് അടിക്കുക എന്ന് പറയുന്ന കണക്ക് മധുലാലിന് വളരെ കൃത്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് മധുലാൽ. ഗംഭീരമായി. പിന്നെ പിഷാരുടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ കൊയിലാണ്ടി ഭാഷയാണ്, പക്ഷെ ആ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാകാത്തത് സാധാരണ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അപ്പോഴാണ് കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പം 2 കഥകൾ മധുലാൽ പറഞ്ഞു. ഒന്ന് വയലിൻ വായിക്കാൻ വേറെ ആളെ കിട്ടണം എന്ന് പറഞ്ഞൊരു കഥയും, മറ്റൊന്ന് പാള കിട്ടിയില്ല പൂജ നടക്കൂല, അത് തന്നെ കിട്ടണം എന്ന് പറയുന്നതും പറഞ്ഞപ്പം ഒരു ഓർമ്മ വന്നത്, ഒരു നാടകങ്ങളിൽ ഒരു കാലഘട്ടം, ഓൾമോസ്റ്റ് ഈ കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് സിംബൽ എന്ന് പറയുന്നത്. അവരുടെ പേര് പറയുമ്പോൾ തന്നെ കല്ലേറ്റൻകര സുവിധ തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ആ അടിയിലാണ് ഉറങ്ങി നിൽക്കണവനൊക്കെ ഉത്സവപ്പറമ്പില് ഇങ്ങനെ എണീക്കുന്നത്. പിന്നെ നാടകം നടക്കുമ്പോൾ അച്ഛാ നീ എന്ത് പറഞ്ഞു, ഈ സിംബൽ അടിക്ക് നല്ല പ്രാധാന്യമാണ്. പക്ഷെ ഒരു ദിവസം ഈ സിംബൽ അടിക്കുന്നവനെ കണ്ടില്ല, മൊബൈലും ഇല്ല, ഇവൻ വന്നുമില്ല. നാടക ട്രൂപ്പിൽ മുഴുവൻ ചർച്ചയാണ്. എന്ത് ചെയ്യും ഇന്ന് ദൈവം ഈ സിംബൽ അടിക്കുന്നവൻ. അപ്പൊ ഈ സിംബൽ അടിക്കുന്നവനും തബലിസ്റ്റുമായിട്ട് ചെറിയൊരു ഈഗോ വേറെ കിടപ്പുണ്ട് കുറെ നാളായിട്ട്. അപ്പൊ ഈ തബലിസ്റ്റ് മാത്രം മറ്റേ നിങ്ങളുടെ ശശിയേട്ടൻ നിന്ന പോലെ ചുമ്മാ ബിഡിയും വലിയ സൈഡിൽ നിൽക്കും, ഒരു ടെൻഷനും ഇല്ല. ഈ ട്രൂപ്പിലുള്ള ബാക്കിയുള്ള 10 പേർക്കും ടെൻഷനാണ്. എന്ത് ചെയ്യും, അവൻ വന്നില്ല നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ തബലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യും, പുള്ളി വന്നില്ലല്ലോ. ഇയാള് സപ്പോസ് അയാളങ്ങ് മരിച്ചു, നമുക്ക് നാടകം കളിക്കണം, നാളെയും മറ്റന്നാളും പിറ്റന്നാളും ഒക്കെ നമുക്ക് ഷോസ് ഉണ്ടല്ലോ, അയാൾ മരിച്ചു, നമുക്ക് കളിക്കണ്ടേ. ഈ ഓണർ ചോദിച്ചു അല്ല സിംബൽ ഇല്ലാതെ, എന്നാ സിംബലൊക്കെ ഉണ്ടായി. ഒരു കാര്യം ചെയ്യും, തന്നെ അനൗൺസ് ചെയ്യും, ഞാൻ താബലയിൽ ഒരു സാധനം ഇട്ട് തരാം എന്ന് പറഞ്ഞ് പുള്ളി താബല എടുത്ത് ഓർഡർ ഇട്ട് റെഡിയാക്കി വെച്ചു. അപ്പം പുള്ളി സിംബലിന് പകരം തബലയിൽ ഒരു സാധനം ഇടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നാടകം റെഡിയായി. അപ്പോൾ അമ്മേ 40 രൂപ. ഇതായിരുന്നു ഇന്നലെ വരെ കേട്ടോ. എടുത്തോ. കല്ലേറ്റങ്കര സുമിത്ര തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം അമ്മേ മാപ്പ് തരൂ. ഇത് കൊട്ടിന്ന് മാത്രല്ല, ഇയാളെ അനൗൺസ് ചെയ്ത ആളെ നോക്കിട്ടെ എങ്ങനെയുണ്ടെന്ന് ഈ സാധനം. മറ്റേ സിംബലിന്റെ മേളിൽ ഒരു സാധനം ഇട്ട് തന്നത് ചെറിയ സാധനമല്ലെന്ന്. മധുലാൽ ഏതായാലും കലക്കി. മധുലാൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ എക്സലൻസ് അവാർഡിന്റെ സെഗ്മെന്റ് ആണ് നടക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു കലാകാരനാണ്. 3 ദശകങ്ങൾക്ക് അധികമായി സിനിമയിലും മിമിക്രി രംഗത്തും സജീവമായിരിക്കുന്ന നമ്മുടെ സ്വന്തം കലാഭവൻ ഹനീഫ് ക. സ്നേഹാദരവോടുകൂടി ഞാൻ ഹനീഫ് കയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം ഹനീഫ് ക. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വളരെ സന്തോഷം. നമസ്കാരം. നമസ്കാരം. സ്റ്റെഫി പറഞ്ഞത് 3 ദശകങ്ങളിലധികമായി എന്നാണ് പറഞ്ഞത്. 30 വർഷത്തിലധികം. എത്ര വർഷമായി തമാശ പരിപാടികൾ തുടങ്ങിയിട്ട്? 32 വർഷം. 32 വർഷം. 200-210 സിനിമ. 210 മാർക്ക് എന്ന് പറയുന്നത് SSLC പാസ്സാവാനുള്ള മാർക്ക്. അത്രയും പടം കഴിഞ്ഞു.
എത്ര വർഷം പ്രൊഫഷണൽ സ്റ്റേജിലുണ്ടായിരുന്നു ഹനീഫിക? സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു കലാഭവനിൽ 81 to 86. അന്ന് ഞാൻ കാണിച്ചിരുന്നത് മധു സാറ്, പ്രേം നസീർ, സത്യൻ സാറ്, പിന്നെ അതുപോലെ ആലുമൂടൻ, പപ്പേട്ടൻ, മുത്തയ്യ എന്ന് പറഞ്ഞ പണ്ടൊരു നടനുണ്ടായിരുന്നു, രാഘവേട്ടൻ. രാഘവേട്ടന്റെ മുത്തയ്യയുടെ ശബ്ദം ഒന്ന് കാണണം. സുമതി, നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ വെറും ഷണ്ഠനാണ്. ഈ അവസ്ഥയിലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. നീ പഠിച്ചു മിടുക്കിയാവണം. അതെ, സൂപ്പർ സൂപ്പർ. അതുപോലെ തന്നെ ഹനീഫക്ക പിന്നീട് കോമഡി കാസറ്റുകളിൽ മറ്റു പലരും അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു ഷേണായി ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ. നഗൽ വെക്കാൻ കൊടുത്തപ്പോൾ നിങ്ങൾ എന്താ കൊടുത്തൊക്കെ പറഞ്ഞു, അത് ഇറക്കിയത് അനിക്കല്ലേ? ഞാൻ അതിലെ പോകുമ്പോൾ ഒരു പാർട്ടിയെ വിളിച്ചു അന്ന്, ഏയ് അണേഫ് എന്താടോ തനിക്കിപ്പള്ളി ഇല്ലടോ, എന്ത് സ്റ്റേജാ ചെറിയ സമയത്ത് കണ്ടേ ഇത് കാണുമ്പോഴേ ചിരിച്ച് സാകാൻ കൊടുത്തിട്ടുണ്ട് പലവട്ടം. അത് അന്ന്. പക്ഷെ ഇന്ന് പറയല് എല്ലാ മലയാളം പറയും. ഇപ്പം കമ്മത്താൻ കമ്മത്തിൽ അറിയാലോ, ഞാനാണ് മമ്മൂക്കായ്ക്കും ദിലീപിനും അതിനകത്തുള്ള ആ ഒരു സ്ലാങ് ഉപയോഗിച്ച് എല്ലാവർക്കും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. അത് പക്ഷെ അറിയാലോ എന്ന് പറഞ്ഞെങ്കിലും അത് എനിക്കറിയാമായിരുന്നെങ്കിലും പ്രേക്ഷകർക്ക് അതൊരു പുതിയ അറിവാണ്. കമത്താകമത്തിലും ദിലീപേട്ടനും മമ്മൂക്കും എല്ലാം ഈ ഭാഷ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഇങ്ങനെയല്ല പറയണം, എങ്ങനെ ഞാനാണ് അവരെ പഠിപ്പിച്ചത്, അങ്ങനെയല്ല, ഞാനാണ് അവർക്ക് പറഞ്ഞു അത്രേ ഉള്ളൂ. ശരി, ഇനി ആരെങ്കിലും ഈ ആർട്ടിസ്റ്റ് ചേട്ടന് ഈ അനീഫ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, തീർന്നു. അല്ല അനീഫിക്ക, ഇതനി മമ്മൂക്കയുടെ താരങ്ങൾ അത് ശരിയാ, അപ്പൊ അനീഫിക്കയുടെ നാണ് ഇതെല്ലാം പഠിക്കുന്നതല്ലേ? അത് ചില എനിക്ക് നല്ല ധൈര്യമുണ്ട്, കാരണം രമേശ് ഇതിന് സാക്ഷിയാണ്. രമേശ് സമ്മതിക്കില്ല, സത്യം പറയും. അങ്ങനെയല്ല പറഞ്ഞത്, പറയും. അത് പറയാം, ഞാൻ സാക്ഷിയാണ്. ഇതിപ്പോ ഈ അനാവശ്യം പറയുന്ന പോയിന്റിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാപ്പിയപ്പച്ച എന്ന് പറയുന്ന പടം റിലീസായിട്ട് ഇതിന്റെ പ്രൊമോഷന് ന്യൂസിൽ ധർമ്മജൻ പോയിരിക്കുകയാണ്. ധർമ്മജൻ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്ത പടമാണ്, ദിലീപേട്ടന്റെ സിനിമയാണ്. ന്യൂസ് വായിക്കുന്ന ആള് ധർമ്മജനോട് ചോദിക്കും, ധർമ്മജൻ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് സ്റ്റേജിലും ടെലിവിഷനിലും എല്ലാം ധർമ്മജൻ സജീവമാണ്, ഇപ്പോൾ ഒരു ചിത്രത്തിൽ മുഴുനീള വേഷം ചെയ്തിരിക്കുന്നു. ധർമ്മജന് ഈ സ്റ്റേജിലെയും ടെലിവിഷനിലെയും ഒക്കെ ഒരു അനുഭവ പരിചയം ഈ സിനിമയിൽ ഒരു ഗുണം ചെയ്തോ? ധർമ്മജൻ, അത് സിനിമ വേറെയാണ്, സ്റ്റേജ് വേറെയാണ്, TV വേറെയാണ്. അപ്പോൾ അവിടെ ദിലീപേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും എന്നൊക്കെ പറയുന്നത് സിനിമയിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് ഈ സ്റ്റേജിലെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്തു കഴിഞ്ഞാലൊന്നും അത്രയൊന്നും ഒക്കൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം സ്റ്റേജിൽ പിഷാറ് കളിക്കണ അത്രയും ദിലീപേട്ടൻ കളിച്ച ഒക്കില്ല. ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇവന് പറയണത്, അവിടെ നിർത്തിയാൽ മതി, ഒക്കില്ല എന്നുള്ളത്. ഞാൻ വീട്ടിലിരുന്ന് TV കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവനിത് പറയുക, എന്തിനാണ് ഇതൊക്കെ ലൈവിൽ പോയിരുന്നു പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിരിച്ചുപോയ തമാശകൾ മനസ്സിൽ പേറുന്നുണ്ട്. ഒരാളാണ് സൈനുദ്ദീൻ. നമ്മൾ ഈ കൊറോണ കാലം കഴിയുമ്പോഴല്ലോ എല്ലാവരും, ആർക്കും പണിയില്ല, എല്ലാവരും തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചുമ്മാ ഇരിക്കുകയാണ്, ഞങ്ങളടക്കം. എനിക്ക് തോന്നുന്നു പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്ന് പറഞ്ഞ പടം, അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈനുദ്ദീൻ ആക്ടറാണല്ലോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. അവിടെ ചായ അടിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ചെറിയ ചായക്കട. ആ ചായക്കടയിൽ ചായ അടിക്കുന്ന ഒരാളാണ്, അയാളുടെ സ്വന്തം കടയാണത്. ഇയാളും വന്നിട്ടുണ്ട്, സാലി വന്ന് സൈനുദ്ദീൻ സുഖല്ല, പടമൊക്കെ ഉണ്ടല്ലോ അല്ലേ, നീ എന്താണ് ഈ എല്ലാത്തിനും ചെറിയ ചെറിയ റോൾ ചെയ്യണം, നിനക്കൊരു നായകനായിക്കോട്ടെ. ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിനക്കൊരു നായകനായിക്കോട്ടെ. സൈനുദ്ദീൻ്റെ മറുപടി, നീ കുറേ നാളെ ഈ ഒരു ചെറിയ ചായക്കട ആബാദ് പോലത്തെ ഹോട്ടലിലൂടെ. ഈ പ്രേം നസീർ സാറിൻ്റെ ഒരുപാട് ആക്ഷനുകളുണ്ട്, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഹനീഫ. അതായത് ചെറിയ ചെറിയ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഒരു 2-3 ജസ്റ്റ് ഒന്ന്. പ്രേം നസീറാണ് നടന്നു പോണത്, സ്റ്റെഫി പറയുന്നത് വിളിക്കാൻ എങ്ങനെയായിരിക്കും നസീർ സാറിനെ വിളിക്കാം. നസീർ സർ, പ്രേം നസീർ സാറിന്റെ ഫയറ്റിലൊക്കെ ചില സംഭവങ്ങളൊക്കെ അതിനൊരാൾ വന്നതായിരിക്കും. ഒന്ന് പ്രചോദനം, ഇന്ന് എനിക്ക് ഇടി വാങ്ങാൻ വയ്യ. എൻ്റെ ഒരു ബാഗുണ്ട്, ആ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി, പ്രൈം മിനിസ്റ്ററിൻ്റെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പുറകിലൂടെ പതുക്കെ വന്നിട്ട് പുറത്തൊരു വെട്ടുന്നു. ഞാനത് മുന്നോട്ടായുന്നു, പ്രൈം മിനിസ്റ്റർ തിരിയുന്നു. തിരിച്ചു വന്നപ്പോൾ കാണുന്ന ഈ ബാഗ് നിലത്തുനിന്ന് എടുക്കാനുള്ള നിങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മൾ ചവിട്ടുമല്ലോ, ആ ചവിട്ടാണ് അത് നസീർ എങ്ങനെ ചവിട്ടുന്നത്. ഈ ഒരു സാധനം കാണിച്ചു. ചില എക്സ്പെറിമെന്റ്സ്, അതായത് ഈ പുരാണ സീരിയലുകളിലെ നാരദൻ വരുമല്ലോ, പണ്ട് ദൂരദർശനിൽ ഉണ്ടായിരുന്ന സീരിയലില്. ഈ നാരദൻ എല്ലാം കഴിഞ്ഞിട്ട് എന്നാ ശരി പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് പോക്കില്ല.
നാരദനെ സംബന്ധിച്ച് മാഞ്ഞു പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ ടിങ് എന്ന് പറഞ്ഞ് ഈ പുള്ളി അപ്രത്യക്ഷമാവുക. അപ്പം നമുക്ക് കുറെ എപ്പിസോഡ് കഴിയുമ്പോൾ മനസ്സിലായി പുള്ളി അപ്രത്യക്ഷമേ ആവുള്ളൂ എന്നുള്ളത്. എന്നിട്ടും ഈ സീരിയലിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് പോയി കഴിയുമ്പോ തപ്പൂന്നേ നാരായണ നാരായണ ടിങ്. എവിടെ പോയി എന്നാലും ഇവിടെ ഒരാൾ ഇപ്പൊ അല്ലല്ല, അതെന്താ പറയോ, അത് അതിമാനുഷികത്വം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. അല്ല അതല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഇയാൾ മൈൻഡ് ചെയ്യേണ്ട അത് ഇയാൾക്കൊക്കെ അറിയാട്ട് ഇയാൾ പോകുന്നു. പുരാണ സീരിയലത്തിൽ ഇനി അമ്പ് വരുമല്ലോ, അമ്പ് വിട്ടിട്ട് ഇതിങ്ങനെ ഈ ടിവിയുടെ ഇപ്പുറത്തെ അറ്റത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു 5 പ്രാവശ്യം ആയി കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൽ ആര് വിട്ട സാധനമാണ് ഏത് ലെഫ്റ്റും റൈറ്റും മാറിപ്പോ ഇത് തമ്മില് ഇത് ഏതാ പുള്ളിയുടെ ഏതാ മറ്റേ ആളുടെ നമുക്ക് അറിയത്തില്ല. അതിന് കാണിക്കണം ഇത് വന്ന് കൂട്ടിയിടിച്ചിട്ട് ഒരെണ്ണം അങ്ങ് പൊട്ടിയും പോവും, ഒരെണ്ണം രക്ഷപ്പെടും. അപ്പം റിയാക്ഷൻ പൊട്ടിപ്പോയവർ മറ്റേ പുള്ളി. അപ്പൊ നമ്മുടെ ഈ എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ രമേശ് ചേട്ടനെയും പ്രചോദേട്ടനെയും. ഹനീഫയ്ക്കുമായി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള, ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഹനീഫിക്ക എന്ന് പറയുന്നത്. ഒരുപാട് പുതിയ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന, അവരുടെ പ്രതിഭകൾ കാണിക്കാൻ ഒരു അവസരമാക്കി മാറ്റുന്ന വേദിയാണ് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ ഒരു വേദി. ഈ വേദിയിൽ ആ ഓരോ പുതിയ പ്രതിഭകൾക്കും വലിയ മാതൃകയും പ്രചോദനവുമായി മാറുന്നത് ഹനീഫിക്കയെ പോലുള്ളവരുടെ ഈ വേദിയിലുള്ള സാന്നിധ്യമാണ്. എക്സലൻസ് അവാർഡ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതൊരു അംഗീകാരമാണ്. ഇത് ഞങ്ങൾ ഹനീഫിക്കയെ പോലെ ഒരാൾക്ക് കൊടുക്കുന്ന ആദരവാണ്. അപ്പം അത് ഏറ്റുവാങ്ങാം. താങ്ക് യു വെരി മച്ച്. പ്രചോദേട്ടാ, ഇന്നത്തെ ഈ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രണ്ടുപേരും നന്നായി ചിരിപ്പിച്ചു, ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. അതെ, നല്ല എപ്പിസോഡായിരുന്നു. ഒപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കാൻ പോകുമ്പം ഹനീഫിക്കയുടെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഒപ്പം 2 മികച്ച പ്രതിഭകൾ നമ്മളെ ഒരുപാട് നേരം ചിരിപ്പിച്ചു. വലിയ അധ്വാനമാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, അത് ഇനിയും പറയേണ്ടി വരുന്ന, ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ നമ്മളോടൊപ്പം ചിരികൾ പങ്കുവെച്ച ആ 2 പ്രതിഭകളെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇത് 2 പേരുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് തമാശകൾ നമ്മളെ പറഞ്ഞ് ചിരിപ്പിച്ചവർ. എല്ലാ എപ്പിസോഡുകളിലും പറയുന്നത് പോലെ ഇവിടെ ഒരു ഒന്നാമൻ, രണ്ടാമൻ, വിജയി, പരാജയപ്പെട്ടയാൾ അങ്ങനെയൊന്നുമില്ല. ആകെ കൂടെ മൊത്തം കണക്ക് നോക്കിയപ്പോൾ ഒരല്പം ചിരി കൂടുതൽ സമ്മാനിച്ച ആളാര് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. 2 പേരും തുല്യ ശക്തികളായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് ഭാഷ ഇനിയും വഴങ്ങേണ്ടതുണ്ട്, എങ്കിലും നിങ്ങൾ ആ ഭാഷ വെച്ച് പറയാവുന്ന അത്രയും തമാശകൾ പറഞ്ഞു. മധുലാലിന് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഈ പരിപാടിയോടുണ്ട്. മധുലാൽ കുറച്ചുകൂടെ ശീലിച്ചു വരുന്നു. ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു TV ഷോയിൽ വരുന്നതാണ്. ആദ്യത്തെ പെർഫോമൻസ് എന്ന് കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ വളരെ മികച്ച പെർഫോമൻസ് ആണ് അഭിഷേകിൻ്റെ പെർഫോമൻസ്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഇന്നത്തെ നമ്മളെ ചിരിപ്പിച്ചത് ആരാണ് കൂടുതലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് മധുലാൽ കൊയിലാണ്ടിയാണ്. മധുലാൽ കൊയിലാണ്ടിയെ ആണ് ഇന്നത്തെ എപ്പിസോഡിലെ മികച്ച പെർഫോമർ.